ഹലോ, പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ടെ മാതാപിതാക്കൾ നമ്മൾ ജനിച്ചപ്പം മുതൽ നമ്മുടെ അപ്പനും അമ്മയും, ഫാദർ ആൻഡ് മദർ, പേരൻസ്, നമ്മുടെ ജനിച്ച അന്ന് മുതൽ നമ്മളെപ്പറ്റി എത്രയോ പ്രതീക്ഷകളോടെ വളർത്തി വലുതാക്കി ഒരു ഒരു പ്രായത്തിൻ്റെ, നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചരിത്രമായിട്ട് തന്നെ എടുത്തു, ഒരു പ്രായത്തിൻ്റെ ഒരു പകുതി ഭാഗം കഴിഞ്ഞ്, അതായത് 50 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവർ നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അവർക്ക് വേണ്ടി നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. പലതും ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്ന് ഇപ്പം മനസ്സിലാക്കുന്നു. അന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്താണ് പോകുന്നതെന്നാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷെ അതത്ര ശരിയല്ല. എക്സ്ക്യൂസ് മീ. അപ്പം ഇപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ പിള്ളേരെ നമ്മൾ വലുതാക്കി വിട്ടു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു, അവർ നല്ല രീതിയിൽ പോകുന്നു. ഇനി അവരെ ബോധർ ചെയ്യാതെ അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ, ഞാനും അങ്ങനെ ആയിരുന്നല്ലോ. കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുടുംബമായിട്ട് മാറി, ഫാമിലിയായിട്ട് സുഖമായിട്ട് ജീവിച്ചു. പിള്ളേരുണ്ടായി, ആ പിള്ളേരെ വളർത്തി വലുതാക്കി, അവർ നന്നായിട്ട് ജീവിക്കുന്നു. ഇനി എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ അവർ പോയി. അങ്ങനെയാണല്ലോ പക്ഷികളും മൃഗങ്ങളും എല്ലാം ചെയ്യുന്നത്. മനുഷ്യനും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇനി ഞാൻ എൻ്റെ ഓട്ടം ഇനി പൂർത്തിയാകാനുള്ള സമയം എൻ്റെ ഭാര്യയോട് കൂടി വളരെ സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കുക. അല്ലാതെ എൻ്റെ മക്കളെന്നെ കാണാൻ വന്നില്ലല്ലോ, മക്കളെന്നെ വിളിച്ചില്ലല്ലോ. കാരണം അവിടെ നമ്മുടെ ജോലികൾ കഴിഞ്ഞു. ഇനി അവരുടെ പിള്ളേരെ വളർത്തുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതിലവർ ഏർപ്പെട്ടുകൊള്ളട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം, നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. നമ്മൾ അവരെ പറ്റി വറി ചെയ്യാതിരിക്കുക. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ജീവിക്കും. നമ്മൾ ഇന്ന് മരിച്ചാലും അവർ സന്തോഷമായിട്ട് ജീവിക്കും. നമ്മൾ ജീവിച്ചിരുന്നാലും അവർ സന്തോഷമായിട്ട് ജീവിക്കും. അപ്പോൾ ഒന്നിനെക്കുറിച്ചും ഒരു ആകുലതകളില്ലാതെ സന്തോഷമായിട്ട് ജീവിച്ച് ഇനിയുള്ള ജീവിതം തീർക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി.